ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ എന്ന പ്രൊഫിക്സ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് DGHS ഒരു ലെറ്റർ റൈസ് ചെയ്യാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് NCHP പറഞ്ഞതാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ എന്ന പ്രൊഫിക്സ് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ പേരിന് ശേഷം PT എന്ന സഫിക്സ് വെച്ചാൽ മതി, അതിനുള്ള എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. അതിനുശേഷമാണ് നിലവിൽ സെപ്റ്റംബർ 9-ന് DGHS ഒരു ലെറ്റർ റൈസ് ചെയ്യുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലെറ്റർ റൈസ് ചെയ്യുന്നത്. ഈ ലെറ്ററിൽ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സിന് അത്ര ട്രെയിൻഡ് അല്ല ഫിസിയോതെറാപ്പിസ്റ്റുകൾ. അതുപോലെ തന്നെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനൊന്നും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഫഷൻസ് റെഫർ ചെയ്ത പേഷ്യൻസിനെ മാത്രം ഫിസിയോതെറാപ്പികൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ജനങ്ങളെ മിസ്ലീഡിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ് അവർ DGHS നിന്ന് റൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ലെറ്റർ സെപ്റ്റംബർ 10-ന് അവർ വിഡ്രോ ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? വൈ? നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബോർഡ് ഉണ്ട്, അതാണ് NCAHP, നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മാറ്റേഴ്സിൽ ഇടപെടാനുള്ള അർഹത എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ റൂളുകൾ നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനോ അത് മാറ്റിമറിക്കാനോ പറ്റുന്നതല്ല. സോ ഇറ്റ്സ് ക്ലിയർ, നൗ യു ക്യാൻ കോൾ മീ ഡോക്ടർ. എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും അവരുടെ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് പ്രിഫിക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ PT എന്ന സഫിക്സ് പേരിന് ശേഷം യൂസ് ചെയ്യുന്നത് നിർബന്ധമാണ്. സോ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.